ഒരു യുവതിയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി ഇത്തിരി വിശ്വാസം മാത്രം ബാക്കിയാക്കിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റുന്ന ഗ്യാപ്പിൽ മൃതദേഹത്തിലുണ്ടായിരുന്ന 2.5 പവൻ സ്വർണം കവർന്നു. നഴ്സിംഗ് റൂമിൽ സൂക്ഷിച്ച സ്വർണമാണ് മോഷ്ടിക്കപ്പെട്ടത്. ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്തു, CCTV-കൾ പരിശോധിച്ചു. എന്നിട്ടും മോഷ്ടാവിനെ കുറിച്ച് ഇതുവരെയും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ആ ക്രൂര മോഷണത്തിന്റെ വാർത്തയിലേക്കാണ് പോലീസ് ആദ്യം പോകുന്നത്. അമ്പലത്തിൽ മാത്രമല്ല ആശുപത്രിയിലും സ്വർണ്ണമോഷണ വിവാദം കൊഴുക്കുകയാണ്. അടിച്ചുമാറ്റിയതോ മൃതദേഹത്തിലെ സ്വർണ്ണാഭരണങ്ങൾ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സ്വർണ്ണമോഷണ വിവാദവും കൊഴുക്കുകയാണ്. കഴിഞ്ഞ മാസം 22-ന് രാവിലെ 7 മണിയോടെയാണ് ഭർത്താവ് ഐസക് വെട്ടിപ്പരിക്കേൽപ്പിച്ച ശാലിനിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. മരണം സ്ഥിരീകരിച്ചതോടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും മുമ്പ് ആശുപത്രി ജീവനക്കാരി ശാലിനിയുടെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചുമാറ്റി. ഒരു ജോഡി കൊലുസും കമ്മലും 2 മോതിരവും ഒരു വളയുമടക്കം 20 ഗ്രാമിലധികം തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആശുപത്രി അവര് വേണ്ടേ സൂക്ഷിച്ചു വെക്കാനേ, അല്ലേ അവർ ഞങ്ങൾ ആരെങ്കിലും വിളിച്ച് ആ സാധനം തരണ്ടായി. സ്വർണ്ണം എല്ലാം കൂടെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് പൊതിഞ്ഞു കെട്ടി അലമാരിക്കകത്ത് വെച്ചിരുന്നു. പേരെഴുതി ഒരു മോതിരവും ഉണ്ട് എന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ അലമാരി വെച്ചിരുന്നു. അത് എങ്ങനെയോ കളവ് പോയി. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിച്ച് തരുമെന്ന്. ശാലിനിയുടെ ബന്ധുക്കൾക്കോ പോലീസിനോ കൈമാറാതെ ഇത്രയധികം സ്വർണം ജീവനക്കാർ സൂക്ഷിച്ചത് ഇഞ്ചക്ഷൻ റൂമിലെ സ്റ്റീൽ അലമാരയിൽ. മൃതദേഹത്തിലെ സ്വർണ്ണാഭരണങ്ങൾ ആശുപത്രി സൂപ്രണ്ടിനെ ഏൽപ്പിക്കണം. സൂപ്രണ്ട് ലേ സെക്രട്ടറിക്ക് കൈമാറി ആശുപത്രി ലോക്കറിൽ സൂക്ഷിക്കണമെന്നാണ് ചട്ടം. അതൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. പകരം നിരവധി ജീവനക്കാർ ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ റൂമിൽ സൂക്ഷിച്ചതിലടക്കം ജീവനക്കാരുടെ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആശുപത്രി സൂപ്രണ്ട് തന്നെ അത് സമ്മതിക്കുന്നു. ആ ശാലിനിയുടെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ അത് നമ്മൾ കാഷ്വാലിറ്റിയിലെ ഒരു അലമാരയിൽ വെച്ചു. അലമാരയിൽ വെച്ചിട്ട് 22-ന് വെച്ചതാ. പോലീസുകാരെടുക്കാൻ വരും അല്ലെങ്കിൽ ബന്ധുക്കൾ വരുമെന്ന് പറഞ്ഞിട്ട് വരാൻ ലേറ്റായി. ഇടയ്ക്ക് നോക്കുമ്പോഴെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഈ മാസം 8-ാം തീയതി നോക്കിയപ്പോഴും അവിടെ ആഭരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. 11-ാം തീയതി നോക്കിയപ്പോൾ ആഭരണങ്ങൾ കാണുന്നില്ല. സെപ്റ്റംബർ 22-ന് ശാലിനിയുടെ മൃതദേഹത്തിൽ നിന്നും അഴിച്ചെടുത്ത സ്വർണം ആഴ്ചകൾ പിന്നിട്ടിട്ടും തിരികെ ലഭിക്കാതായതോടെയാണ് വീട്ടുകാർ ആശുപത്രിയിൽ അന്വേഷിച്ചെത്തിയത്. ഒഴിവു കഴിവുകൾ പറഞ്ഞ ജീവനക്കാർ വീട്ടുകാരെ തിരിച്ചയച്ചു. താക്കോല് കണ്ടില്ല, വെച്ചതിനകത്ത് പൂട്ടിയൊക്കെ വരുന്ന ആൾ വന്നെങ്കിൽ താക്കോൽ എവിടാന്ന് അറിയത്തുള്ളൂ ഇവരോട് പറഞ്ഞത്. അങ്ങനെ ഈ പിള്ളേർ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി. അന്നേരം എന്നോട് ഇങ്ങനെ പറഞ്ഞത്. വീട്ടുകാർ പരാതിയുമായി പോലീസിനെ സമീപിക്കും മുമ്പ് ആശുപത്രി അധികൃതർ ഒരു മുഴം നീട്ടിയെറിഞ്ഞു. വീട്ടുകാരെത്തും മുന്നേ ആശുപത്രി അധികൃതർ തന്നെ പുനലൂർ പോലീസിൽ പരാതി നൽകി. അതും ഈ മാസം 18-ന്. അവിടെയും ഉയരുകയാണ് ദുരൂഹത. ഇത്രയും നാൾ സ്വർണം നഷ്ടപ്പെട്ട കാര്യം പൂഴ്ത്തിവെച്ചത് എന്തിന്, ആർക്കുവേണ്ടി? ഇങ്ങനെ ആശുപത്രി അധികൃതർ മറുപടി പറയേണ്ടതാ നിരവധി ചോദ്യങ്ങൾക്ക്. ആശുപത്രി ജീവനക്കാരുടെ അറിവോടുകൂടി മോഷണം നടക്കുക. അപ്പൊ അത്തരത്തിൽ വലിയ ലാഗും വലിയ ചികിത്സാ പിഴവുകളും മോഷണവും ഈ ആശുപത്രിയിൽ നിത്യ സംഭവമാണ്. പോലീസും ബന്ധുക്കളുമൊക്കെ ഇടപെട്ടതുകൊണ്ട് ഈ മൃതദേഹത്തിലെ സ്വർണം മോഷ്ടിച്ചത് പുറത്തായി. ഇതിനു മുൻപ് എത്ര മൃതദേഹങ്ങളുടെ സ്വർണവും പണവുമൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ആർക്കറിയാം. ഏതായാലും കള്ളൻ കപ്പലിൽ തന്നെയുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളതെന്നാണ് സൂചന. ജീവനക്കാരിൽ പലരെയും ഇതിനോടകം പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞു. CCTV-കളടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം അങ്ങനെ പുരോഗമിക്കുകയാണ്. അതേസമയം ആളുകേറാമലയിലെ അന്വേഷണം പോലെയാകാതെ ആശുപത്രിയിലെ സ്വർണ്ണമോഷ്ടാക്കളെ എത്രയും വേഗം പിടികൂടണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും മാത്രമല്ല, മൃതദേഹങ്ങളും അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സ്വന്തം റിസ്കിൽ സൂക്ഷിക്കണമെന്ന് ഇവിടെ എഴുതി വെക്കണം. അല്ലെങ്കിൽ അതൊക്കെ അടിച്ചു മാറ്റാൻ ഇവിടെ ആൾക്കാരുണ്ട്. ക്യാമറമാൻ അരുണ സാറിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.